ആയിട്ടും വെറൈറ്റി ആയിട്ടും 10 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. 2 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക്, ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. 1/4 കപ്പ് ഫൈൻ അരിപ്പൊടി എടുത്ത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ചതച്ച് വെച്ചേക്കുന്ന മിക്സ്, 1 ടീസ്പൂൺ നെയ്യ്, എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം ചേർത്ത് മാവ് ഒരു ഡോ ആക്കി എടുക്കാം. മാവ് ഒന്ന് തണുക്കട്ടെ, അതിൻ്റെ ശേഷം നമുക്ക് കയ്യിൽ കുഴച്ചെടുക്കാം. മാവ് ഒന്ന് തണുത്തതിൻ്റെ ശേഷം ഞാൻ കയ്യിൽ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തൊട്ട് പരട്ടിക്കോളൂ. ഈ വലുപ്പത്തിൽ എല്ലാ മാവും ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ എണ്ണ പാനിലേക്ക് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 സവാള, കുറച്ച് വേപ്പില, 2 പച്ചമുളക്. സവാള ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. സവാള സോഫ്റ്റ് ആകുമ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. മിക്സ് ചെയ്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം പോണ വരെ കുക്ക് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണം പോയതും 1 തക്കാളി ചേർക്കുന്നുണ്ട്. 1 ക്യാരറ്റ്, 1 ഉരുളക്കിഴങ്ങ് അതും ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പട്ടാണി എടുത്ത് ഓവർനൈറ്റ് കുതിർത്തി 2 വിസിൽ വിട്ടതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രോസൺ പട്ടാണി ആണെങ്കിൽ നിങ്ങൾ വേവിക്കേണ്ട, അങ്ങനെ ചേർത്തോളൂ. എല്ലാം മിക്സ് ചെയ്ത് പട്ടാണി വേവിച്ച് വെള്ളം ചേർത്ത് കഷ്ണങ്ങളൊക്കെ 1/4 ഭാഗം വേവിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ 1/4 ഭാഗം വെന്ത് തുടങ്ങി. ഈ സമയത്ത് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണ്ടേ. തിളയ്ക്കണ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തട്ടിലും വെച്ച് ഇളക്കണ്ട, വെറുതെ കയ്യിൽ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ അരി ബോൾസ് ചേർത്തിട്ട് 1/2 ഭാഗം വെന്തതിൻ്റെ ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതിയിട്ട്. കാരണം അരിമാവ് നമ്മൾ കുഴയ്ക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് കുഴച്ചേക്കണേ. അപ്പം ഇതിലേക്ക് അരി ബോൾസ് ഇടുമ്പോൾ ഉപ്പ് കയറും. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോളൂ. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അരി ബോൾസും വെന്തുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം. നല്ലോണം വെന്തുണ്ടിട്ട് അരി ബോൾസും. ഇനി കുറച്ച് മല്ലിയില ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.